കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 15 ഇറങ്ങിയ ഹിറ്റ് സിനിമകളായിരുന്നു നുണക്കുഴിയും വാഴയും. സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു കോമഡി ആയിരുന്നു നുണക്കുഴി. അതേസമയം വാഴ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച ഒരു എന്റർടൈനർ ആയിരുന്നു. മരണമാസിന്റെ റിവ്യൂവിൽ ഈ രണ്ട് സിനിമകളെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം, പാക്കേജ് ചെയ്തിട്ടുള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ നുണക്കുഴിയിലെയും വാഴയിലെയും വർക്കായിട്ടുള്ള എലമെന്റുകളെ സമർത്ഥമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മരണമാസ് എന്ന് പറയാം. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ട്രാക്കുകളുള്ള ഒരു കഥയും അതിൻ്റെ ഒപ്പം തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമറും ഈ സിനിമയിലുണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊമൈസിനെ സിറ്റുവേഷണൽ ഹ്യൂമർ ഉപയോഗിച്ച് എലിവേറ്റ് ചെയ്യുന്ന ഈ പടം ഒട്ടും മുഷിപ്പിക്കാത്തൊരു എന്റർടൈനറാണ്. പ്രായമായ പുരുഷന്മാരെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ ഉണ്ട് നാട്ടിൽ. അയാളുടെ അച്ഛൻ്റെ മരണമാണ് അയാളെ ഇങ്ങനെ ഒരു സീരിയൽ കില്ലർ ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ നായകൻ ലൂക്ക് നാട്ടിലെ ഒരു പ്രശ്നക്കാരനായ ഇന്റർനെറ്റ് സെലിബ്രിറ്റിയാണ്. ലൂക്കിന്റെ ശല്യം സഹിക്കുക വയ്യാതെ നാട്ടുകാരെല്ലാം കട്ടയിട്ട് അവനെ ചെക്കോസ്ലോവാക്യയിലേക്ക് അയക്കാനുള്ള പ്ലാനാണ്. എന്നാൽ കാര്യങ്ങൾ മൊത്തം മാറി മറിയുന്നത് ലൂക്കിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഒരു ദിവസം രാത്രി ഒരു ലൈൻ ബസ്സിൽ പോകുമ്പോൾ ഒരു മോശം അനുഭവം നേരിടുന്ന സ്ഥലത്താണ്. എന്തായിരുന്നു ആ അനുഭവം, അതെങ്ങനെ ആ രാത്രി പലരുടെയും ജീവിതം മാറ്റിമറിച്ചു എന്നതാണ് നമ്മൾ മരണമാസിൽ കാണുന്നത്. ഈ സിനിമയുടെ കഥ എഴുതിയിട്ടുള്ള സിജു സണ്ണി സോഷ്യൽ മീഡിയയിൽ രസകരമായ മിനി സ്കിറ്റുകൾ ചെയ്ത് പ്രശസ്തിയിലേക്ക് വന്ന ആളാണ്. സമകാലീന കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ആ സ്കിറ്റുകളിൽ രസകരമായി അദ്ദേഹം അവതരിപ്പിക്കാറുണ്ടായിരുന്നു. മരണമാസ് ഒരർത്ഥത്തിൽ നമ്മളെ ഇംപ്രസ് ചെയ്യുന്നത് അത് ചുമ്മാ കുറെ കോമഡി സ്കിറ്റുകൾ ഒരു സാധാ കഥയിൽ കുത്തിക്കയറ്റിയതുപോലത്തെ ഒരു സിനിമ അല്ല എന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള സിനിമയാണെന്ന് പോലും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം വില്ലൻ കഥാപാത്രമായിരിക്കും. പല ജോണറുകളെയും സമൂഹത്തിലെ സ്റ്റീരിയോ ടൈപ്പുകളെയും സിനിമകളിലുള്ള ട്രോപ്പുകളെയും ഒക്കെ സ്പൂഫ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് സിജു സണ്ണിക്കും ഇതിന്റെ സംവിധായകനായ ശിവപ്രസാദിനും ഉള്ളത്. എന്താണ് സ്പൂഫ് ചെയ്യപ്പെടേണ്ടത് എന്നതിനെപ്പറ്റി ഈ രണ്ടുപേർക്കും നല്ല ധാരണയുണ്ട്. പലപ്പോഴും മലയാളം ഇൻഡസ്ട്രിയിൽ അത് ഉണ്ടാകാറില്ല. എനർജി മാച്ച് ആകുന്ന രീതിയിലുള്ള താരങ്ങളുടെ പെർഫോമൻസുകൾ തീർച്ചയായും ഈ സിനിമയെ ഗംഭീരമാക്കുന്നതിന്റെ ഒരു കാരണം തന്നെയാണ്. എന്നാൽ എല്ലാത്തിൻ്റെ അടിത്തറ ഒരു സീന് പോലും വേസ്റ്റ് ആക്കാതെ എഴുതിയിട്ടുള്ള തിരക്കഥ തന്നെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിലൊരു പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് സീനുണ്ട്. വേണമെങ്കിൽ ആ ഒരു ട്രെൻഡിനെ വെറുതെ ട്രോളാൻ വേണ്ടി ചെയ്ത ഒരു സീനാക്കി അതിനെ വിടാമായിരുന്നു. പക്ഷേ ശിവപ്രസാദും സിജു സണ്ണിയും ആ കഥാപാത്രങ്ങളെ പിന്നീട് ഒരു സ്ഥലത്ത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മലയാളത്തിലെ ക്ലാസിക്കുകളായിട്ടുള്ള പല സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഥയിൽ വരുന്ന കഥാപാത്രങ്ങളെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തത് അതിന്റെ വിജയത്തിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഈ സിനിമയിൽ എല്ലാവർക്കും തുല്യമായ സ്പേസ് ഇല്ലെങ്കിലും ഒരു റെലവൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശിവപ്രസാദിന് സാധിക്കുന്നുണ്ട്. ഒരു ടോക്സിക് ഇൻഫ്ലുവൻസറിന്റെ സ്പൂഫ് വേർഷൻ ആകാൻ മുടിയിൽ കളറടിച്ചു വന്ന ബേസിൽ ജോസഫിന് അനായാസം സാധിക്കുന്നുണ്ട്. ബേസിൽ അഭിനയിച്ചിട്ടുള്ള പല കോമഡി സിനിമകളിലും ഉള്ളതുപോലെ ആ ഒരു കഥാപാത്രത്തിന്റെ പല ഷെയ്ഡുകൾ സിനിമയ്ക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അത് സിനിമയുടെ കോമഡി കോഷ്യന്റിനെ കൂട്ടുന്നുമുണ്ട്. താഴ്ത്തിവെച്ച ചീപ്പ് പോലെയുള്ള മീശയുമായി വന്ന രാജേഷ് മാധവൻ ശ്രീകുമാർ എന്ന സീരിയൽ കില്ലർ കഥാപാത്രത്തെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. പുള്ളിയുടെ പല സ്ഥലത്തുമുള്ള ട്രാൻസ്ഫോർമേഷനുകൾ നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കും. പൊതുവെ നായകന്റെ സൈഡായിട്ടുള്ള ലൗഡ് ക്യാരക്ടറുകൾ കിട്ടുന്ന സിജു സണ്ണി സ്വന്തം രചനയിലുള്ള പടത്തിൽ വളരെ ശാന്തനും സെന്റിമെന്റലും ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അരുവിയെ അയാൾ നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അനിഷ്മയ്ക്കും മൾട്ടിപ്പിൾ ഷെയ്ഡുകളുള്ള ഒരു കഥാപാത്രത്തെയാണ് കിട്ടിയത്. പൂവൻ, അയാം കാതലൻ എന്നീ സിനിമകളിൽ വളരെ സാധാരണ കഥാപാത്രങ്ങളെ ലഭിച്ച അനിഷ്മയ്ക്ക് ഇവിടെ ലൂക്കിന്റെ പൂക്കി ആയതുകൊണ്ട് സ്വല്പം വെറൈറ്റി പരിപാടികൾ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണയെ ജിക്കു എന്ന ബസ് ഡ്രൈവറായി കാസ്റ്റ് ചെയ്തത് തന്നെ കോമഡി ആയിരുന്നു. അതിനൊപ്പം പുള്ളി കരിയറിലെ കഥാപാത്രങ്ങൾ വെച്ചുണ്ടാക്കിയ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന പല മൊമെന്റുകളും സിനിമയെ കൂടുതൽ രസകരമാക്കുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ചിരിക്കാനുള്ള ഒരുപാട് മൊമെന്റുകൾ വരുന്നത് കൊണ്ട് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എത്രത്തോളം എൻഗേജിങ് ആണ് എന്നത് ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയേക്കാം. കോമഡി ഇംപ്രവൈസ് ചെയ്യുന്നതിൽ ഒരു കൺട്രോൾ കൊണ്ടുവന്നതിന് സംവിധായകൻ ശിവപ്രസാദിനെ അഭിനന്ദിച്ച മതിയാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബസൂക്കയിലും മരണമാസിലും ജോമോൻ ജ്യോതിർ കോമഡിക്ക് വേണ്ടി ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഡീനോ ഡെന്നിസിന് ആ കഥാപാത്രത്തെ എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയാതെ ഒടുക്കം ആ റോൾ വെറുപ്പിക്കലായപ്പോൾ ഇവിടെ ജോമോനെ എവിടം വരെ പുഷ് ചെയ്യാം എന്നതിൽ ശിവപ്രസാദിന് നല്ല ധാരണയുണ്ട്. ഏറെക്കുറെ എല്ലാ കഥാപാത്രങ്ങൾക്കും കഥയിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ സ്ഥാനം കൊടുക്കുന്ന മരണമാസ് ടിപ്പിക്കലാണെങ്കിലും നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു കോമഡി എന്റർടൈനറാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്